सहस्र कलशाभिषेकम् सहस्र कलशाभिषेकम्. നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം. सहस्र कलशाभिषेकम्. ജ്യോതിഷവിധിയിലെ ആദ്യഘട്ടമായ വാരഫലത്തിലേക്ക് നമുക്ക് കിടക്കാം. മേടം രാശി. അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ മേടം രാശിക്കാർക്ക് ഈ വാരം കുടുംബത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ മാറി കുടുംബാവസ്ഥ മെച്ചപ്പെടും. ബന്ധുസഹായം, മംഗളകാര്യങ്ങൾ ഇവയ്ക്കും യോഗം കാണുന്നുണ്ട്. തൊഴിൽ രംഗത്തെ പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരാം. ശത്രുതയ്ക്ക് ഇടയുണ്ടെങ്കിൽ കൂടി വലിയ രീതിയിൽ ദോഷങ്ങൾക്ക് സാധ്യതയില്ല. സഹായികളാലും സുഹൃത്തുക്കളാലും അപകട സാധ്യതയും കാണുന്നുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ഇടവം രാശി. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകീരം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ ഇടവം രാശിക്കാർക്ക് ഈ വാരം കാര്യങ്ങൾ പൊതുവെ മന്ദഗതിയിലാകുമെങ്കിലും ഈശ്വര സഹായത്താൽ വലിയ രീതിയിൽ ദോഷപ്രദമല്ല. ഉദ്യോഗരംഗത്തെ പ്രവർത്തനങ്ങളിൽ അശ്രദ്ധ പ്രകടിപ്പിക്കാൻ ഇടയുണ്ട്. കുടുംബപരമായി അനിഷ്ടപ്രദമാണ്. സാമ്പത്തിക ക്ലേശം അനുഭവപ്പെടാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്കും ബിസിനസ് രംഗത്തുള്ളവർക്കും ദോഷപ്രദമായിരിക്കുന്ന സമയമാണ്. തടസ്സങ്ങൾ മാറുവാനായി വിഘ്നേശ്വര സ്വാമി ക്ഷേത്രത്തിൽ നാളികേരം മുടച്ച് പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മിഥുനം രാശി. മകയിരം നക്ഷത്രത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ മിഥുനം രാശിക്കാർക്ക് ഈ വാരം കർമ്മരംഗത്തെ എതിർപ്പുകളെ തരണം ചെയ്ത് പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ കഴിയും. ധനപരമായി വളരെയധികം അഭിവൃദ്ധിപ്രദമാണ്. ബന്ധുജനങ്ങളുമായി അകൽച്ച അനുഭവപ്പെടാനിടയുണ്ട്. പിതൃജനങ്ങൾക്കും സന്താനങ്ങൾക്കും ദോഷപ്രദമായിരിക്കുന്ന സമയമാണ്. അപരിചിതരായ വ്യക്തികളിൽ നിന്നും ചതിവ് പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. കർക്കിടകം രാശി. പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും പൂയ്യവും ആയില്യം നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ കർക്കിടകം രാശിക്കാർക്ക് ഈ വാരം കുടുംബത്തിൽ പൊതുവെ സുഖപ്രദമായ അന്തരീക്ഷം വന്നു ചേരാം. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഗുണപ്രദമാണ്. സാമ്പത്തിക പുരോഗതിയും കാര്യജയവും പ്രതീക്ഷിക്കാമെങ്കിൽ കൂടി സങ്കടം ജനിപ്പിക്കുന്ന അനുഭവങ്ങളും ഉണ്ടായേക്കാം. വാക്കുകളിലെ പിഴവ് മൂലം ശത്രുത സമ്പാദിക്കാനും ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ഭഗവതിങ്കിൽ ലളിതാ സഹസ്രനാമ അർച്ചന വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നതായ ചിങ്ങം രാശിക്കാർക്ക് ഈ വാരം തൊഴിൽ രംഗം മെച്ചപ്രദമാണെങ്കിലും സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബപരമായി അത്രയധികം ദോഷമില്ല. കർമ്മരംഗത്തെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കും. വീട്ടമ്മമാർക്കും ഉദ്യോഗസ്ഥരായ സ്ത്രീകൾക്കും ദോഷപ്രദമായ സമയമാണ്. രോഗഭയം ഉണ്ടാകുവാനും ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി വിഷ്ണുവിങ്കിൽ പാൽപ്പായസം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. കന്നിരാശി. ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ കന്നിരാശിക്കാർക്ക് ഈ വാരം വിവാഹാദി മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിയും. സമാധാനപരമായ കുടുംബാന്തരീക്ഷം ഉണ്ടാകും. ബന്ധുജനങ്ങളുമായുള്ള അകൽച്ചകൾ കുറയും. തൊഴിൽ രംഗത്തെ പ്രയാസങ്ങൾക്ക് ഇടയുണ്ടെങ്കിൽ കൂടി സാമ്പത്തികമായി അത്രയധികം ദോഷമില്ല. വിദ്യാർത്ഥികൾക്കും അധ്യാപന രംഗത്തുള്ളവർക്കും ദോഷപ്രദമാണ്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനും ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ഭഗവതിങ്കിൽ കഠിനമുദ്ര നിവേദ്യ സഹിതം രക്തപുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. തുലാം രാശി. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാന പകുതിയും ചോതിയും വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ തുലാം രാശിക്കാർക്ക് ഈ വാരം കർമ്മരംഗത്ത് ഗുണപ്രദമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. സാമ്പത്തികമായ കാര്യങ്ങളിൽ ഗുണപ്രദമാണ്. ആത്മവിശ്വാസമാർന്ന പ്രവർത്തനങ്ങളിലൂടെ വിജയം കൈവരിക്കാനും സാധിക്കും.
കുടുംബപരമായുള്ള വിഷമതകൾ വർദ്ധിക്കാൻ ഇടയുണ്ട്. ശാരീരിക ക്ലേശവും അനുഭവമാകും. പിതൃജനാദികൾക്കും ദോഷപ്രദമായ സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി ശാസ്താവിങ്കൽ നീരാജനം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. വൃശ്ചികം രാശി. വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും അനിഷവും തൃക്കേട്ട നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ വൃശ്ചികം രാശിക്കാർക്ക് ഈ വാരം തൊഴിലിൽ നിലനിന്നിരുന്ന തടസ്സങ്ങളെ മറികടന്ന് വിജയം കൈവരിക്കുവാൻ കഴിയും. സാമ്പത്തിക നേട്ടവും പൊതുജനസമ്മതിയും പ്രതീക്ഷിക്കാം. കുടുംബ ബന്ധത്തിന് വലിയ ദോഷങ്ങൾക്ക് ഇടയില്ലെങ്കിൽ കൂടി വാക്തർക്കങ്ങൾ ഉണ്ടായേക്കാൻ ഇടയുണ്ട്. വിദ്യാരംഗത്തുള്ളവർക്കും പോലീസ് സൈനിക രംഗത്തുള്ളവർക്കും ദോഷപ്രദമായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി വിഷ്ണുവിങ്കൽ അർച്ചന മുതലായ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നതായ ധനുരാശിക്കാർക്ക് ഈ വാരം കുടുംബ ബന്ധങ്ങൾക്ക് ദൃഢത കൈവരും. ആപത്ത് സന്ദർഭങ്ങളിൽ നിന്ന് ഈശ്വര സഹായത്താൽ രക്ഷ നേടുവാൻ കഴിയും. ധനപരമായി ബുദ്ധിമുട്ടുകൾക്ക് ഇടയുള്ളതിനാൽ അനാവശ്യമായ ചിലവുകൾ കുറയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാമ്പത്യപരമായും വിഷമതകൾ അനുഭവമാകും. ധാർമ്മിക പ്രവർത്തനങ്ങളിലൂടെ ചരിക്കാൻ ശ്രമിക്കും. അസ്ഥി സംബന്ധമായ രോഗങ്ങളുള്ളവർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ശിവെങ്കിൽ ആയുസ്സുക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മകരം രാശി. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ മകരം രാശിക്കാർക്ക് ഈ വാരം സൗമ്യമായ പെരുമാറ്റം വഴി മറ്റുള്ളവരുടെ പ്രശംസ ഏറ്റുവാങ്ങുവാൻ കഴിയും. കർമ്മരംഗത്തെ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. സാമ്പത്തികം ഗുണപ്രദമാവുകയാണ് അതിൻ്റെ ഫലം. ബന്ധുജനങ്ങളുമായി രമ്യതയിൽ കഴിയുവാൻ പ്രത്യേകം ശ്രമിക്കണം. അപകട സാധ്യത കൂടുതലായി കാണുന്നതിനാൽ ഇരുചക്ര വാഹനക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ദോഷപരിഹാരാർത്ഥമായി സർപ്പത്തിങ്കൽ യഥാവിധി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. കുംഭം രാശി. അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന പകുതിയും ചതയവും പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ കുംഭം രാശിക്കാർക്ക് ഈ വാരം കർമ്മമേഖലയിൽ കഠിനാധ്വാനം വഴി നേട്ടങ്ങളുണ്ടാക്കാൻ കഴിയുമെങ്കിലും അനാവശ്യവും അപ്രതീക്ഷിതവുമായ ചിലവുകളാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടും. കുടുംബജനങ്ങളുമായി കലഹത്തിനും ഇടയുണ്ട്. അടുത്ത സുഹൃത്തുക്കൾ പോലും അകൽച്ചയോടുകൂടി പെരുമാറാൻ ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ശാസ്താവിങ്കൽ എല്ലുകിഴി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മീനം രാശി. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതി നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ മീനം രാശിക്കാർക്ക് ഈ വാരം തൊഴിൽ രംഗത്തെ ഗുണപ്രദമായ മുന്നേറ്റം ഉണ്ടാകും. സാമ്പത്തികമായും വലിയ രീതിയിൽ ദോഷങ്ങൾക്കിടയില്ല. ഉത്തരവാദിത്വമേറിയ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ കഴിയുമെങ്കിലും മറ്റുള്ളവരുടെ പഴിചാരലുകൾ കേൾക്കേണ്ടതായി വന്നേക്കാം. അത് മനപ്രയാസത്തിനും ഇടയാക്കിയേക്കും. ദമ്പതികൾ തമ്മിൽ വാക്തർക്കത്തിനും അകൽച്ചയ്ക്കും സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ഭഗവതിങ്കിൽ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ജ്യോതിഷവിധിയിലെ രണ്ടാം ഘട്ടമായ നക്ഷത്രഫലത്തിലേക്ക് നമുക്ക് കിടക്കാം. ചതയം നക്ഷത്രം. 100 നക്ഷത്രങ്ങളടങ്ങിയ ഒരു കൂട്ടമാണ് ചതയം നക്ഷത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അധ്വാനശീലരും സ്വതന്ത്ര ചിന്താഗതിക്കാരുമായ ചതയ നക്ഷത്രക്കാർ പൊതുവെ ധീരരും സമർത്ഥരും ആയിരിക്കും. സ്നേഹവും സൗമ്യതയും ത്യാഗശീലവും ദൈവീകമായ കാര്യങ്ങളിൽ ഉള്ള താല്പര്യവും ഇവരുടെ പൊതു സ്വഭാവമാണ്. വിശാലമായ നെറ്റി, നീണ്ട് ഉയർന്ന നാസിക, ആകർഷണീയമായ കണ്ണുകൾ, സൗമ്യതയെ പ്രകാശിപ്പിക്കുന്ന മുഖം, മാർദ്ദവമുള്ള ശരീരം, അല്പം കുടവയറ് ഇതെല്ലാം തന്നെ ചതയം നക്ഷത്ര ജാതരുടെ പ്രത്യേകതകളാണ്. മാത്രമല്ല അന്യാദൃശ്യമായ കർമ്മകുശലതയും ഉദാരമായ പെരുമാറ്റവും ഇവരുടെ കിരീടത്തിലെ പൊൻതൂവലുകൾ തന്നെയാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഭാഗ്യവാന്മാരെന്നോ ഉന്നത കുടുംബത്തിലെ വ്യക്തിയെന്നോ തോന്നിക്കുന്ന ഒരു പ്രത്യേക ലക്ഷണവും ഇവർക്കുണ്ടാകും. പുഷ്ടിയുള്ള ശരീരപ്രകൃതി ആയിരിക്കുന്ന ഇവർക്ക് വ്യായാമത്തിലും കായിക വിനോദങ്ങളിലും താല്പര്യമുണ്ടായിരിക്കും. ഇവർക്ക് മുൻകോപം കുറച്ച് കൂടുതലാണെങ്കിൽ കൂടി കഴിയുന്നതും ആരോടും അഹിതമായി പെരുമാറാനോ സംസാരിക്കാനോ ഇവർ മുതിരാറില്ല. അത്തരം സന്ദർഭങ്ങൾ ഉണ്ടായാൽ തന്നെ ശുദ്ധ ഹൃദയരായ ഇവർക്ക് സാമാന്യ മര്യാദയുടെ പേരിൽ ഒരു സങ്കോചവും ബാധിക്കാറുണ്ട്.
വലിയ ആദർശനിഷ്ഠരായ ഇവർ കഴിവതും സത്യധർമാദികളെ കൈവിടാതെ പ്രവർത്തിക്കുന്നവരായിരിക്കും. പക്ഷേ ആദർശത്തിൻ്റെ പേരിൽ തന്നെ ഇവർക്ക് വലിയ ശത്രുക്കളെയും മത്സരങ്ങളെയും നേരിടേണ്ടതായും വന്നേക്കും. സങ്കുചിത ചിന്താഗതി കുറവായിരിക്കുന്ന ഇവർക്ക് ഉപകാരപ്രദമായ പ്രവൃത്തികൾ വഴി വിരോധികളെ വരെ സുഹൃത്തുക്കളാക്കി മാറ്റാനുള്ള സാമർഥ്യവും ഉണ്ടായിരിക്കും. സ്വാർത്ഥലാഭം കൂടാതെ നിഷ്പക്ഷമായും നീതിനിഷ്ഠമായും കാര്യങ്ങളെ നോക്കിക്കാണുന്ന ചതയം നക്ഷത്രക്കാർ പൊതുവെ എല്ലാ കാര്യങ്ങളിലും ശോഭിക്കാറുണ്ട്. എന്തിനെക്കുറിച്ചായാലും ശരി, ഇവർക്ക് ഒരു അഭിപ്രായം തോന്നിയാൽ അത് പിന്നെ മാറ്റുവാൻ കുറച്ച് പ്രയാസമായിരിക്കും. ബുദ്ധിശക്തിയും കർമ്മകുശലതയും ഉള്ളവരാണ് ഇവരെങ്കിൽ കൂടി ചില കാര്യങ്ങളിൽ ഇവർ ചഞ്ചലചിത്തരും ആയിരിക്കും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും സ്ഥിര പരിശ്രമം കൊണ്ട് നേടിയെടുക്കുന്ന ഇവർക്ക് ഭാഗ്യം പൊതുവെ അനുകൂലവും ആയിരിക്കും. ആരോഗ്യ വിഷയത്തിൽ മെച്ചമായ നില പുലർത്തുന്നവരാണ് ഇവരെന്ന് തോന്നിക്കാമെങ്കിൽ കൂടി വാസ്തവത്തിൽ നിസ്സാരമായ ഏതെങ്കിലും കാരണമുണ്ടായാൽ കൂടി ഇവർ പെട്ടെന്ന് ക്ഷീണിതരാകും. വേദനകളോ വിഷമതകളോ അശേഷം സഹിക്കുവാനും ഇവർക്ക് പറ്റിയെന്ന് വരില്ല. വികാരാസക്തി പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് കൂടിയിരിക്കും എന്നതിനാൽ തന്നെ സന്മാർഗിക ജീവിതത്തിൽ ഇവർ അത്രയൊന്നും മെച്ചപ്പെട്ടവർ ആയിരിക്കില്ല. എങ്കിലും തങ്ങളുടെ അഭിമാനത്തിനും അന്തസ്സിനും ഹാനി കൂടാതെ അവയിലെല്ലാം തന്നെ ഒരു സൂക്ഷ്മത പുലർത്താനും ഇവർക്ക് കഴിയുന്നതാണ്. ഇവരുടെ രഹസ്യങ്ങൾ വളരെ ബുദ്ധിപൂർവമായും കരുതലോടും കൂടിയതായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റാർക്കും അവയെക്കുറിച്ച് ഗ്രഹിക്കുവാനും കഴിയാറില്ല. സ്വജനങ്ങളെ കൊണ്ട് ഇവർക്ക് മിക്കവാറും ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക. പിതൃസംബന്ധികളായിരിക്കുന്നവരെ കൊണ്ടും കാര്യമായ ഗുണം പൊതുവെ ഇവർക്ക് കുറവായിരിക്കും. സഹോദരങ്ങളെ കൊണ്ട് പലവിധ പ്രയാസങ്ങളും ഉണ്ടാകും. ബന്ധപ്പെട്ടവർക്ക് വേണ്ടി എന്ത് സഹായവും ഏത് സന്ദർഭങ്ങളിലും ആവശ്യപ്പെടാതെ പോലും ചെയ്തു കൊടുക്കാൻ ഇവർ തയ്യാറാകാറുണ്ടെങ്കിൽ കൂടി സ്വജനങ്ങളുമായി രമ്യമായൊരു ജീവിതം ഇവർക്ക് സാധ്യമായെന്ന് വരാറില്ല. ദാമ്പത്യ ജീവിതത്തിൽ ഇവർ അത്ര സംതൃപ്തരായി കാണുന്നില്ല. ജാതകത്തിൽ ശനി വ്യാഴന്മാർ പരസ്പരം ത്രികോണഭാവത്തിൽ നിന്നാൽ കല്യാണം കഴിയാതെ ഇരിക്കാനും ഇടയാകും. ജാതകത്തിൽ ഇത്തരം കുഴപ്പങ്ങളില്ലാത്ത ചതയം നക്ഷത്രക്കാർക്ക് സ്വസ്ഥമായ കുടുംബജീവിതം സാധ്യമായിരിക്കും. ഇവരുടെ ഭാര്യമാർ ഐശ്വര്യവതികളും ഭരണശേഷിയുള്ളവരും ആയിരിക്കും. എങ്കിലും ഇവരുടെ കുടുംബജീവിതത്തിൽ ഏതോ ഒരു കുറവ് കണ്ടുവരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ അത് പുറമേയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നും വരില്ല. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ കാഴ്ചയിൽ ശാന്ത സ്വഭാവക്കാരായിരിക്കും. എങ്കിലും മുൻകോപം ഇവർക്ക് അല്പം കൂടുതലായിരിക്കും. ദൈവീകമായ ആചാരാനുഷ്ഠാനങ്ങളിൽ ഇവർക്ക് നല്ല താല്പര്യവും ഉണ്ടായിരിക്കും. വിവേകവും നല്ല പെരുമാറ്റവും ഇവരിൽ കാണാമെങ്കിലും ക്ഷിപ്രകോപം കൊണ്ട് ഇടയ്ക്കിടെ കുടുംബകലഹവും ഉണ്ടായേക്കും. ഭർത്താവിൽ അളവറ്റ സ്നേഹബഹുമാനങ്ങൾ ഇവർക്കുണ്ടായിരിക്കാമെങ്കിൽ കൂടി ദാമ്പത്യ ജീവിതത്തിൽ അത്ര തന്നെ ഇവർ സന്തുഷ്ടരായിരിക്കില്ല. ജാതകപ്രകാരമുള്ള ദോഷവശങ്ങൾക്ക് വിവാഹത്തിനു മുമ്പേ പ്രതിവിധികൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്താവുന്നതാണ്. ചതയം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഏകദേശം 9 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ത്വക്ക് രോഗങ്ങൾ, രക്തദൂഷ്യ രോഗങ്ങൾ എന്നിവ ഇടയ്ക്കിടെ ബാധിച്ചേക്കും. ഈ സമയം ചില അപകടങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. കുടുംബത്തിനും മാതാപിതാക്കൾക്കും ഈ സമയം അത്ര മെച്ചമല്ല. വിദ്യാഭ്യാസ കാര്യത്തിലും ശ്രദ്ധക്കുറവ് ഉണ്ടായേക്കും. 9 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ഗുണപ്രദമായ സമയമാണ്. വിദ്യാഗുണം, ആരോഗ്യാദി അഭിവൃദ്ധി, കുടുംബാഭിവൃദ്ധി, മാതാപിതാക്കൾക്ക് ഗുണം എന്നിവ ഈ സമയത്തിൽ ഉണ്ടാകും. സ്ത്രീകൾക്ക് ഈ സമയത്തിനുള്ളിൽ തന്നെ വിവാഹം സാധ്യമായെന്നും വന്നേക്കും. 25 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ഗുണദോഷ മിശ്രമായിരിക്കുന്ന കാലഘട്ടമാണ്. ധനലാഭം, ഭൂമിലാഭം, ഗൃഹവാഹനം വിജയം, കുടുംബജീവിത വിജയം എന്നിവയ്ക്കൊപ്പം തന്നെ യാത്രാക്ലേശം, അധ്വാനഭാരം, ബന്ധുജനവിരഹം എന്നിവയും അനുഭവമാകും. 44 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ഗുണപ്രദമായ സമയമാണ്. ശാന്തവും സന്തോഷപൂർണവുമായ ജീവിതം നയിക്കാൻ ഈ സമയം സാധിക്കുന്നതാണ്. 61 വയസ്സ് മുതൽ 68 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം കുറച്ച് ദോഷപ്രദമായിരിക്കുന്ന സമയമാണ്. ധനനഷ്ടം, ആരോഗ്യഹാനി, ബന്ധുജന വേർപാട് തുടങ്ങിയ ദോഷവശങ്ങൾ ഈ സമയത്തിൽ അനുഭവമാകും. 68 വയസ്സിന് ശേഷം ജീവിതം പൊതുവെ സമാധാനപരമായിട്ടായിരിക്കും മുന്നോട്ട് നീങ്ങുക. ചതയം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങൾ ഉത്രട്ടാതി, അശ്വതി, കാർത്തിക എന്നീ നക്ഷത്രങ്ങളും കന്നിരാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളായ ഉത്രം, അത്തം, ചിത്ര എന്നീ നക്ഷത്രങ്ങളുമായിരിക്കും പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായി ആശയവിനിമയം നടത്തുന്നതും കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെടുന്നതും ദോഷത്തിൽ കലാശിക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ഇവർക്ക് ശനിദശയും കേതുദശയും സൂര്യദശയും പൊതുവെ ദോഷപ്രദമായിരിക്കുന്ന കാലഘട്ടമായിരിക്കാൻ ഇടയുള്ളതിനാൽ ഈ സമയത്തിൽ വിധിപ്രകാരമുള്ള പരിഹാരക്രമങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യമാണ്.
തിരുവാതിര, ചോതി, ചതയം എന്നീ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ ക്ഷേത്ര ദർശനത്തിനും മറ്റ് ശുഭകാര്യങ്ങൾക്കും ഉത്തമമാണ്. ചതയം നക്ഷത്രവും ശനിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടുകൂടി വ്രതജപാദികൾ നടത്താവുന്നതാണ്. നക്ഷത്രത്തിൻ്റെ അധിപനായ രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതും ഗുണം ചെയ്യും. സർപ്പക്ഷേത്ര ദർശനം നടത്തുന്നതും സർപ്പക്കാവിൽ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്നതും ഗുണപ്രദമാണ്. രാശിയുടെ അധിപനായ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളായ ശാസ്താഭജനം, ശനിയാഴ്ച വ്രതം, അന്നദാനം തുടങ്ങിയ കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. ചതയം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ ജന്മവൃക്ഷം കടമ്പാണ്. കുതിരയാണ് മൃഗം, മയിൽ പക്ഷി, സ്ത്രീ യോനി, അസുരഗണം, വരുണനാണ് താരദേവത. ചതയം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 4 ഭാഗ്യ ദിവസം വെള്ളിയാഴ്ചയാണ്. ഭാഗ്യദിക്ക് പടിഞ്ഞാറും ഭാഗ്യനിറം കറുപ്പുമാണ്. ചതയം നക്ഷത്ര ജാതരായിരിക്കുന്ന വ്യക്തികളുടെ അനുയോജ്യമായ രത്നം ഗോമേതകമാണ്. ജാതക വിശകലനത്തിന് ശേഷം മാത്രം ഭാഗ്യരത്ന നിർണയം നടത്തുക. ജ്യോതിഷവിധിയിലെ 3ാം ഘട്ടമായ കത്തുകളിലേക്ക് നമുക്ക് കിടക്കാം. ഈ ആഴ്ച നമ്മൾക്ക് പാലക്കാട് നിന്നും ശേഖരനാണ് എഴുത്തെഴുതിയിരിക്കുന്നത്. എൻ്റെയും ഭാര്യയുടെയും ജാതകപ്രകാരമുള്ള കാര്യങ്ങൾ അറിയണം. ഞങ്ങളുടെ ജാതകപ്രകാരം 2012 കൂട്ടുദശ വരുന്നുണ്ട്. ഞങ്ങൾ ജാതകം പരിശോധിപ്പിച്ചപ്പോൾ ഈ കാര്യം അറിഞ്ഞു. അതിനുള്ള പ്രതിവിധികളും ഞങ്ങൾ ചെയ്തു. ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, ഐക്യമത്യം, ധന്വന്തരി, നവഗ്രഹ പൂജ, ഉമാമഹേശ്വര പൂജ എന്നിവയാണ് ചെയ്തത്. എന്നാലും ദോഷങ്ങൾ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ടെന്ന് ജ്യോത്സ്യൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആകെ വിഷമമായി. ഇത് ഒരു പരിഹാരമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങളെ കൊണ്ട് ഈ പ്രതിവിധികളൊക്കെ ചെയ്യിപ്പിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് കഴിഞ്ഞ വർഷം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇനിയും അത്തരങ്ങൾ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്താണ് ചെയ്തു തരേണ്ടത് എന്നുള്ളതാണ് ശേഖരൻ എഴുതി ചോദിച്ചിരിക്കുന്നത്. ഇതിൽ അദ്ദേഹം വിശദമായിരിക്കുന്ന ഈ കത്ത് അയച്ചു എന്നുള്ളതല്ലാതെ ജാതകപ്രകാരമുള്ള കാര്യങ്ങൾ അറിയണം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെയും ജാതകം ഇതിൽ വെച്ചിട്ടില്ല. നക്ഷത്രം പോലും ഇതിൽ വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ കത്തിനോട് കൂടിയിട്ട് ഒരു പക്ഷേ പിൻ ചെയ്യാം, പോസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ജാതകം മാറ്റിവെച്ചതാകും എന്നുള്ള പ്രതീക്ഷിക്കുന്നു. എന്തായാലും ജാതകം ഇവിടെ കിട്ടിയിട്ടില്ല, കത്ത് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അതിനാൽ എന്തായാലും ജാതകപ്രകാരം 2012 കൂട്ടുദശ വരുന്നുണ്ട് എന്നുള്ള ഒരു ജ്യോത്സ്യൻ പറഞ്ഞ സ്ഥിതിക്ക് 2012 കൂട്ടുദശ വരുന്നുണ്ടാകാം. എങ്കിൽ അത് ദോഷം ചെയ്യാനുള്ള സാധ്യത കുറച്ച് കൂടുതലായിട്ട് പറയുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ജാതകപ്രകാരം ഒരു ദശ അവസാനിക്കുമ്പോൾ അത് ദോഷം ചെയ്തേക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ശാസ്ത്രവിധി പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജാതകപ്രകാരം ഒരേ സമയത്തിൽ ഒരു വർഷത്തിനുള്ളിലായിട്ട്, ഒരേ കാലഘട്ടത്തിനുള്ളിൽ തന്നെയായിട്ട്, ഒരേ വർഷത്തിനുള്ളിലായിട്ട് സംഭവിക്കുകയാണെങ്കിൽ അത് ദോഷം ചെയ്തേക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ഈ കൂട്ടുദശ എന്നുള്ളതായിരിക്കുന്ന സംഭവം. ഈ കൂട്ടുദശ 2012 വരുന്ന സ്ഥിതിക്ക് അത് ദോഷം ചെയ്തേക്കാനുള്ളതായിരിക്കുന്ന സാധ്യത പ്രധാനമായിട്ടും പറയുന്നുണ്ട്. അതിനുള്ള പ്രതിവിധികൾ തന്നെയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങൾ. ഗണപതി ഹോമം, മൃത്യുഞ്ജയം. ഗണപതി ഹോമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോമങ്ങളെല്ലാം ചെയ്യുന്നതിൻ്റെ തുടക്കത്തിൽ വിഘ്നേശ്വരനെ പ്രീതിപ്പെടുത്തുക. കാരണം നമ്മളുടെ ഹിന്ദുക്കളുടെ കർമ്മത്തിൽ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ഗണപതിയെ പൂജിക്കുക എന്നുള്ളതായിരിക്കുന്ന ചടങ്ങ് പ്രത്യേകമായിട്ടുണ്ട്. ഇവിടെ ഹോമകാര്യങ്ങൾ ചെയ്യുന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിനുള്ള ഒരു മുൻഗണന കൂടുതലായി കൊടുത്തിട്ട് ആദ്യമായി ഗണപതി ഹോമം ചെയ്തിരിക്കുകയാണ്. പിന്നെ അതിനുശേഷം മൃത്യുഞ്ജയ ഹോമം ചെയ്തു എന്ന് പറഞ്ഞു. മൃത്യുഞ്ജയ ഹോമം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃത്യുവിനെ ജയിക്കുക, ആയുസ്സിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായിരിക്കുന്ന ഉദ്ദേശം. അപ്പോൾ മൃത്യുഞ്ജയ മന്ത്രം എത്ര പ്രാവശ്യം ജപിച്ചു, എത്ര ഒരു ജപിച്ചു എന്നുള്ളതിൽ എഴുതിയിട്ടില്ല. മൃത്യുഞ്ജയ ഹോമം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ ജാതകം പരിശോധിച്ച ജ്യോത്സ്യൻ അതിന് തക്കവണ്ണം, പ്രതിവിധിക്ക് ദോഷത്തിന് തക്കവണ്ണമുള്ളതായിരിക്കുന്ന സംഖ്യ തന്നെയായിരിക്കും മൃത്യുഞ്ജയ ഹോമത്തിന് എഴുതിയിട്ടുണ്ടാകും എന്നുള്ള പ്രതീക്ഷിക്കുന്നു. എന്തായാലും മൃത്യുഞ്ജയ ഹോമം ചെയ്തിരിക്കുന്നത് ആയുസ്സിൻ്റെ വർധനവിനാണ്. പിന്നീട് ഐക്യമത്യ ഹോമം ചെയ്തു എന്ന് പറഞ്ഞു. ഐക്യമത്യം എന്നുള്ള ഉദ്ദേശിക്കുന്നത് പരസ്പരം അനിഷ്ടങ്ങളൊന്നും ഇല്ലാതെ, വഴക്കുകളും കലഹങ്ങളൊന്നും ഇല്ലാതെ പരസ്പരം യോജിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ഐക്യമത്യ ഹോമം, ഐക്യമത്യ സൂക്തങ്ങളും മറ്റുമെല്ലാം ചെയ്യുന്നത്. ധന്വന്തരി എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗാവസ്ഥകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണുവിൻ്റെ മന്ത്രജപമാണ്. അതിനു വേണ്ടിയിട്ട് അത് ചെയ്യുന്നു. നവഗ്രഹ പൂജ, ഈ ഗ്രഹങ്ങളുടെ
സ്വാധീന നിമിത്തമാണല്ലോ ഈ കൂട്ടുദശയും മറ്റുമെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ ആ നവഗ്രഹങ്ങളുടെ പൂജ ചെയ്യുമ്പോൾ ആ ഗ്രഹപ്രീതി എന്തായാലും ഉണ്ടാകും എന്നുള്ളതാണ് ഐതിഹ്യം. ഒപ്പം ഉമാമഹേശ്വര പൂജ കൂടി ചെയ്തിട്ടുണ്ട്. വളരെ നല്ല പ്രതിവിധികൾ തന്നെയാണ് താങ്കൾ ചെയ്തിരിക്കുന്നതായ കാര്യങ്ങൾ, ചെയ്യിപ്പിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ. ഇതെല്ലാം തന്നെ പൂർണ്ണമായിട്ടുള്ള ഫലം താങ്കൾക്ക് നൽകും. ഈ ചെയ്ത ഹോമം എന്തായാലും വിഫലമായി പോകും എന്നുള്ളതിനോട് കൂടിയിട്ട് വിയോജിപ്പാണുള്ളത്. കാരണം എന്തായാലും താങ്കൾ ചെയ്ത ഒരു നല്ലൊരു കാര്യമാണ് പ്രധാനമായിട്ടും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും താങ്കൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതിൽ വിഷമപ്പെടേണ്ടതായിരിക്കുന്ന ആവശ്യകതകൾ പ്രധാനമായിട്ടില്ല. പിന്നെ ഇത് സമയമോശമാണ്. കൂട്ടുദശ എന്ന് പറയുന്നത് ദോഷത്തിൻ്റെ കാഠിന്യത്തിനെ കുറയ്ക്കാം എന്നുള്ളതല്ലാതെ ദോഷത്തിനെ മാറ്റാനുള്ള ഒരു കഴിവ് ഈ ഒരു സമയമോശമാണ്. കൂട്ടുദശ എന്ന് മാത്രമല്ല, ഏതൊരു ദശാസന്ധിയാണെങ്കിലും ദശാകാലത്തിൻ്റെ ഒരു, ഇപ്പോൾ ശനിദശയാണെങ്കിൽ കൂടിയിട്ട് ശനിദശയുടെ ദോഷം മുഴുവൻ മാറ്റാൻ ഇന്നൊരു ഹോമം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്നൊരു രക്ഷ ചെയ്ത് കഴിഞ്ഞാൽ ദോഷം മുഴുവനായിട്ട് മാറി ഗുണമുണ്ടാകും എന്നുള്ളത് ഒരു പ്രമാണ ഗ്രന്ഥത്തിലും പറയുന്നില്ല. ദോഷത്തിൻ്റെ ആധിക്യതയെ, അതായത് കാഠിന്യത്തിനെ കുറയ്ക്കാം എന്നുള്ളത് മാത്രമാണ് അവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരിക്കുന്നത്. ജപം, ഹോമ, അർച്ചനാദിബിഹി എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ ചെയ്യിപ്പിച്ചിരിക്കുന്നതായ പൂജകളാണിത്. ഇതിൻ്റെ ഫലം തീർച്ചയായിട്ടും കിട്ടും. ഇനി അടുത്തതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളും ഭാര്യയും നല്ലതുപോലെ മനസ്സുകൊണ്ട് ഐക്യതയിൽ കഴിയുവാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. രണ്ടുപേരുടെയും ജന്മനക്ഷത്ര ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കുന്ന പ്രതിവിധിയാണ്. ഒപ്പം തോറും 2012 വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടത്തിൽ ആ 12 മാസവും ശിവക്ഷേത്രത്തിലെ താങ്കളുടെ നക്ഷത്രത്തിലെ ശേഖരൻ എന്ന് പറഞ്ഞ ആളുടെ നക്ഷത്രത്തിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും നക്ഷത്രം ചേർത്തിയിട്ട് ഒരു മൃത്യുഞ്ജയ ഹോമം ഈ 12 മാസവും പ്രത്യേകമായിട്ട് ചെയ്യിപ്പിക്കുക. അതും ആയുർവർദ്ധനത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കുന്ന കാര്യങ്ങളും ആപത്തുകൾ ഒഴിവായി പോകാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന പ്രതിവിധിയായിട്ടാണ് മൃത്യുഞ്ജയ ഹോമം പ്രധാനമായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഒപ്പം തന്നെ താങ്കളുടെ ദശാകാലങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇതിലിപ്പോൾ നിങ്ങളുടെ ജാതകപ്രകാരം കത്തിലൂടെ നിങ്ങളുടെ രണ്ടുപേരുടെയും ദശാകാലങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഉദാഹരണത്തിന് താങ്കൾക്ക് ശനിദശയാണെങ്കിൽ ആ ശനീശ്വരനെ പ്രീതിപ്പെടുത്താനുള്ള വഴിപാടുകളും മറ്റും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലെങ്കിൽ രാഹുദശയാണെങ്കിൽ രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഭാര്യയ്ക്കും അതേപോലെ ചൊവ്വാദശ, ശുക്രദശ, അതിൽ ഏത് ദശയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ദശാനാഥന് അനുസരിച്ചുള്ളതായിരിക്കുന്ന പ്രതിവിധികൾ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ ദോഷകാഠിന്യങ്ങളെ കുറയ്ക്കാൻ സാധിക്കും. ആ ഗ്രഹത്തിന് അനുസരിച്ചുള്ളതായിരിക്കുന്ന വ്രതങ്ങളും ജപങ്ങളും സ്തോത്രങ്ങളും എല്ലാം തന്നെ അനുഷ്ഠിച്ചു വരുന്നത് ദോഷകാഠിന്യത്തെ കുറയ്ക്കാൻ വളരെയേറെ സഹായിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഹോമങ്ങളെല്ലാം ചെയ്തതിന് ശേഷം വീണ്ടും ദോഷമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ജ്യോത്സ്യം പറഞ്ഞു കേട്ടപ്പോൾ വിഷമമായി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെന്ത് പ്രതിവിധി ചെയ്യാൻ പറ്റും എന്നുകൂടി താങ്കൾ ചോദിക്കണമായിരുന്നു. അപ്പോൾ ഇതോടുകൂടി കഴിഞ്ഞില്ല എന്നായിരിക്കും ആ ജ്യോത്സ്യൻ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. ഒപ്പം ഈ വ്രതങ്ങളും മറ്റും ചെയ്യണം എന്നുള്ളത് പറയാൻ വിട്ടിട്ടുണ്ടാകുമോ, ഇല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാതിരിക്കുകയോ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു വഴിപാടും കൂടിയിട്ട്, അതായത് നമ്മൾ കൂടിയിട്ട് ആചരിക്കേണ്ട ഒരു കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഭാര്യയെ കൊണ്ട് പറയുക, തിങ്കളാഴ്ച ദിവസം സോമവാര വ്രതം കൂടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പറയാം. അത് ഭർത്താവിൻ്റെ ആയുസ് വർദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കുന്ന പ്രതിവിധിയാണ് പ്രധാനമായിട്ടും സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പ്രതിവിധി ചെയ്തത് പരിഹാരമല്ല എന്നുള്ള, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങളെ കൊണ്ട് ഈ പ്രതിവിധികൾ ചെയ്യിപ്പിച്ചത് എന്നുള്ളതാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഈ ദോഷത്തിനുള്ള പ്രതിവിധികൾ തന്നെയാണ്, പരിഹാരങ്ങൾ തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കിയതിൽ പിഴവ് പറ്റിയതാകാനാണ് സാധ്യത, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കുന്നതിൽ ആ ജ്യോത്സ്യന് പിഴവ് പറ്റിയിരിക്കാനാണ് സാധ്യത പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതായിരിക്കാനാണ് സാധ്യത പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ വർഷം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, ഈ വർഷം അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം താങ്കൾക്ക് തന്നെ അറിയാം. വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ സമയമോശം കൂടുതലാണ്. അതിനാൽ രാത്രി സമയത്തിലുള്ള സഞ്ചാരം പരമാവധി കുറയ്ക്കുവാനോ ഒഴിവാക്കുവാനോ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അമിതമായിരിക്കുന്ന വേഗം ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം അമിതവേഗം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ഉണ്ടാകും, സ്വാഭാവികം. പക്ഷേ താങ്കളുടെ ജാതകപ്രകാരം ദോഷം കൂടി ഉണ്ടാകുമ്പോൾ കൂടുതലായിട്ട് അത് ആകർഷിക്കാനുള്ള സാധ്യത പ്രധാനമായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ 2012 കാലഘട്ടം കഴിയുന്നതുവരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. മേൽ പറഞ്ഞ പ്രകാരമുള്ളതായിരിക്കുന്ന വ്രതങ്ങളും ജപങ്ങളും സ്തോത്രങ്ങളും എല്ലാം തന്നെ സ്വയം ചെയ്യുന്നതും ഭാര്യയെ കൊണ്ട് സോമവാര വ്രതം എടുപ്പിക്കുന്നതും വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് ഇടയാക്കും. ഒപ്പം തന്നെ താങ്കളുടെയും ഭാര്യയുടെയും ദശാകാലം ഏതാണെന്ന് മനസ്സിലാക്കിയ ശേഷം ആ ദശാനാഥന്മാർക്ക് അനുസരിച്ചുള്ള പ്രതിവിധികളും മറ്റും ചെയ്തു വരുവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രമിക്കുക. വിഷമിക്കേണ്ടതായിരിക്കുന്ന ആവശ്യം യാതൊന്നും തന്നെ കാണുന്നില്ല. ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സ്ഥിതിവിഗതികൾ കണക്കാക്കിയാണ് ജ്യോതിഷവിധി തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജനനസമയം അനുസരിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. നിങ്ങളുടെ യഥാർത്ഥ രീതിയിലുള്ള ഫലം അറിയുന്നതിന് ഒരു ദൈവജ്ഞനെ നേരിൽ സമീപിക്കുക.
ജ്യോതിഷവിധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കത്തുകളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടതായ വിലാസം: ദ പ്രൊഡ്യൂസർ, UTV, ആദിത്യയൻ, മനങ്ങോട്, നെന്മാറ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ടതായ വിലാസം: പാടൂർ ജുൾസൻ, KP ശ്രീവാസ്തവ്, SBT ബാങ്കിന് സമീപം, ആലത്തൂർ. ഫോൺ നമ്പർ 9447320192. ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ വിശേഷ ഫലങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. സാരോപദേശം. ആപത്കാലേതു സംപ്രാപ്തേ യന്മിത്രം മിത്രമേവ തൽ. ആപത്ത് കാലത്തെ സഹായത്തിന് എത്തുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്.